ഹായ് സ്റ്റുഡൻസ്, കെമിസ്ട്രി വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ +1 കെമിസ്ട്രി ഒന്നാമത്തെ യൂണിറ്റായ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന യൂണിറ്റിലെ അടിസ്ഥാന കാര്യങ്ങളായ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ, സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, ആറ്റോമിക് മാസ്, മോളിക്കുലർ മാസ് തുടങ്ങിയ കാര്യങ്ങളാണ്. നിങ്ങൾ ക്ലാസ് ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുക. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, രാസ സംയോജിത നിയമങ്ങൾ. The combination of elements to form compound is governed by 5 laws. These laws are called laws of chemical combination. ഇലമെൻറ്റുകൾ കൂടിച്ചേർന്ന് കോമ്പൗണ്ട് ഉണ്ടാകുന്ന ഒരു കെമിക്കൽ റിയാക്ഷനെ നിയന്ത്രിക്കുന്നത് 5 നിയമങ്ങളാണ്. ഈ നിയമങ്ങളെയാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് വിളിക്കുന്നത്. അതിലൊന്നാമത്തെ നിയമമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, പിണ്ഡ സംരക്ഷണ നിയമം. This law states that in a chemical reaction, the total mass of reactants is equal to the total mass of products. അതായത് ഈ കെമിക്കൽ റിയാക്ഷനിൽ ഹൈഡ്രജനും ക്ലോറിനും റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ. ഈ കെമിക്കൽ റിയാക്ഷനിൽ ഹൈഡ്രജനും ക്ലോറിനുമാണ് റിയാക്റ്റൻസ്, ഹൈഡ്രജൻ ക്ലോറൈഡാണ് പ്രോഡക്ട്സ്. ഈ കെമിക്കൽ റിയാക്ഷൻ ബാലൻസ്ഡ് അല്ലേ എന്ന് പരിശോധിക്കണം. ഇത് ഓൾറെഡി ബാലൻസ്ഡ് ആണ്. 1 molecule hydrogen reacts with 1 molecule chlorine to give 2 molecule hydrogen chloride. ഈ ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷനിൽ റിയാക്റ്റൻറ്റുകളുടെ ആകെ മാസ് കാണുക. എങ്ങനെയാണ്? ഇപ്പോൾ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം ആറ്റോമിക് മാസ് 1 gram ആണ്. ഇവിടെ H2 ആണ്. അപ്പോൾ 1 × 2 2 gram. അതുപോലെ ക്ലോറിൻ്റെ ആറ്റോമിക് മാസ് 35.5 ആണ്. ഇവിടെ 2 ക്ലോറിൻ ആറ്റങ്ങളുണ്ട് Cl2ൽ. അപ്പോൾ 35.5 × 2 71 gram. അപ്പോൾ റിയാക്റ്റൻറ്റുകളുടെ ആകെ മാസ് കാണണമെങ്കിൽ 2 gram + 71 gram. അപ്പോൾ നമുക്ക് 73 gram എന്ന് കിട്ടും. ഇനി ഇവിടെ പ്രോഡക്ട്സ് ഏതാണ്? HCl ആണ്, ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ മോളിക്കുലർ മാസ് 36.5 ആണ്. അതായത് ഹൈഡ്രജൻ്റെ ആറ്റോമിക് മാസും ക്ലോറിൻ്റെ ആറ്റോമിക് മാസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ മോളിക്കുലർ മാസ് കിട്ടും 36.25 ആണ്. ഇവിടെ 2 മോളിക്കുലർ HCl ഉണ്ട്. അപ്പോൾ 2 × 36.5 അതായത് 73 gram. അപ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞ് അതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതിയാൽ റിയാക്റ്റൻറ്റുകളുടെ ആകെ മാസും പ്രോഡക്ട്സിൻ്റെ ആകെ മാസും തുല്യമായിരിക്കും. ഈ നിയമത്തെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് വിളിക്കുക. ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് വേറെ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. മാറ്റർ ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ പദാർത്ഥം ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും കൂടിച്ചേർന്ന് വേറൊരു കോമ്പൗണ്ടായി മാറുകയാണ് ചെയ്യുന്നത്. ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ ഓർ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, സ്ഥിര അനുപാത നിയമം. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എ കെമിക്കൽ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം എലിമെൻറ്റ്സ് കമ്പൈൻഡ് ടുഗദർ ഇൻ ദ സെയിം പ്രപ്പോർഷൻ ബൈ മാസ്. അതായത് ഒരു കോമ്പൗണ്ട്, കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് നമുക്ക് 2 മെത്തേഡ് വഴി പ്രിപ്പയർ ചെയ്യാം. കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാൽസ്യം ഓക്സൈഡ് കാർബൺ ഡയോക്സൈഡായിട്ട് മാറാം. ഈ രീതിയിൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കാം. മറ്റൊരു രീതി കാർബണും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. ഏത് മെത്തേഡിൽ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കിയാലും ആ കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന ഇലമെൻറ്റ്സ് സെയിം ആയിരിക്കും. ഇവിടെ കാർബൺ ഡയോക്സൈഡ് എന്ന കോമ്പൗണ്ട് 2 രീതിയിൽ പ്രിപ്പയർ ചെയ്തു. എങ്ങനെ പ്രിപ്പയർ ചെയ്താലും അതിൽ അടങ്ങിയിരിക്കുന്ന ഇലമെൻറ്റ്സ് സെയിം ആണ്, കാർബണും ഓക്സിജനുമാണ്. ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ കാർബൺ, ഓക്സിജൻ എന്നീ ഇലമെൻറ്റുകൾ കമ്പൈൻ ചെയ്തിരിക്കുന്ന മാസ് റേഷ്യോ നോക്കി. കാർബണിൻ്റെ ആറ്റോമിക് മാസ് 12 gram, ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് 16 ആണ്. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, അപ്പോൾ 32 gram. അപ്പോൾ 12:32. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3:8 എന്നാണ് കിട്ടുക. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ കാർബണും ഓക്സിജനും എന്നീ 2 ഇലമെൻറ്റുകൾ മാത്രമേ ഉണ്ടാവൂ. ആ ഇലമെൻറ്റുകൾ കമ്പൈൻ ചെയ്തിരിക്കുന്ന മാസ് റേഷ്യോ 3:8 ആണ്. അപ്പോൾ 3:8 എന്ന അനുപാതത്തിൽ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്താൽ മാത്രമേ അത് കാർബൺ ഡയോക്സൈഡ് ആവൂ. ഈ അനുപാതം മാറിക്കഴിഞ്ഞാൽ ആ കോമ്പൗണ്ട് കാർബൺ ഡയോക്സൈഡ് ആവണമെന്നില്ല. ഇതാണ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ പറയുന്നത്. അപ്പോൾ എ കെമിക്കൽ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ ദ സെയിം എലിമെൻറ്റ്സ് കമ്പൈൻഡ് ടുഗദർ ഇൻ ദ സെയിം പ്രപ്പോർഷൻ ബൈ മാസ്. ഒരു കെമിക്കൽ കോമ്പൗണ്ടിൽ എല്ലായ്പ്പോഴും ഒരേ ഇലമെൻറ്റുകളാണ് അടങ്ങിയിട്ടുണ്ടാവുക. അവ തമ്മിൽ കമ്പൈൻ ചെയ്തിരിക്കുന്ന ഇലമെൻറ്റുകളുടെ മാസ് റേഷ്യോ ഫിക്സഡ് ആയിരിക്കും.
മറ്റൊരു എക്സാമ്പിൾ വാട്ടറിൽ ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയിരിക്കുന്നു. അവ തമ്മിൽ കമ്പൈൻ ചെയ്തിരിക്കുന്ന മാസ് റേഷ്യോ എങ്ങനെ നോക്കാം? ഇപ്പോൾ ഹൈഡ്രജൻ്റെ ആറ്റോമിക് മാസ് 1 ഗ്രാം, 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ 2. ഓക്സിജൻ്റെ 16, അപ്പോൾ 2:16. ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1:18. അപ്പോൾ വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ എലിമെൻറ്റുകൾ 1:8 എന്ന മാസ് അനുപാതത്തിലാണ് കൂടിച്ചേർന്നിരിക്കുന്നത്. ഇതാണ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ. മൂന്നാമത്തെ നിയമം ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻസ്. This law states that when two elements combine to form two or more compounds, the masses of one of the elements which combine with the fixed mass of the other bear a simple whole number ratio. രണ്ട് മൂലകങ്ങൾ കൂടിച്ചേർന്ന് രണ്ടോ അതിലധികമോ കോമ്പൗണ്ട്സ് ഉണ്ടാകുമ്പോൾ ഫിക്സ്ഡ് മാസുള്ള ഇലമെൻറ്റുമായി കമ്പൈൻ ചെയ്യുന്ന ഇലമെൻസുകളുടെ മാസ് റേഷ്യോ ഒരു ലഘുസംഖ്യ അനുപാതമായിരിക്കും. ഇതാണ് ഈ നിയമം പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ 2 ഇലമെൻറ്റുകൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 2 കോമ്പൗണ്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് വാട്ടർ ഉണ്ടാകാം, മറ്റൊന്ന് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവാം. 1 മോളിക്യൂൾ ഹൈഡ്രജൻ ഹാഫ് മോളിക്യൂൾ ഓക്സിജനായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ വാട്ടറാണ് ഉണ്ടാവുക. എന്നാൽ 1 മോളിക്യൂൾ ഹൈഡ്രജൻ 1 മോളിക്യൂൾ ഓക്സിജനുമായി കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഉണ്ടാവുക. അപ്പോൾ 2 ഇലമെൻറ്റുകൾ കമ്പൈൻ ചെയ്തപ്പോൾ 2 കോമ്പൗണ്ട്സ് ഉണ്ടായി. ഈ 2 കോമ്പൗണ്ടുകളിൽ ഒരു ഇലമെൻറ്റിൻ്റെ മാസ് ഫിക്സ്ഡ് ആയിരിക്കും. ഇവിടെ ഏത് ഇലമെൻറ്റിനെയാണ് മാസ് ഫിക്സ്ഡ്? ഹൈഡ്രജൻ്റെ മാസ് ഫിക്സ്ഡ് ആണ്, 2 ഗ്രാം ആണ്. അത് കമ്പൈൻ ചെയ്തിരിക്കുന്ന മറ്റ് ഇലമെൻ്റ് ഏതാണ്? ഓക്സിജനാണ്. അതായത് ഇവിടെ ഹാഫ് മോളിക്യൂൾ ഓക്സിജനാണ്, ഇവിടെ 1 മോളിക്യൂൾ ഓക്സിജനാണ്. ഈ ഇലമെൻറ്റ്സിൻ്റെ മാസ് റേഷ്യോ, അതായത് ഇവിടെ 16 ആണ്, ഇവിടെ 32 ആണ്. അപ്പോൾ 16:32. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1:2 കിട്ടും. ഇത് ഒരു ലഘുസംഖ്യ അനുപാതമാണ്, സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ്. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. രണ്ടോ അതിലധികമോ 2 എലിമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് 2 അതിലധികമോ കോമ്പൗണ്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ ഫിക്സ്ഡ് മാസുള്ള എലിമെൻറ്റുമായി കമ്പൈൻ ചെയ്യുന്ന ഇലമെൻസുകളുടെ മാസ് റേഷ്യോ ഒരു ലഘുസംഖ്യ അനുപാതമായിരിക്കും. നാലാമത്തെ നിയമം ഗാലുസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയം. ഈ ലോ ഉപയോഗിക്കുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനിലെ റിയാക്റ്റൻസും പ്രോഡക്ട്സും ഗ്യാസ് സ്റ്റേറ്റിലാണെങ്കിൽ അത്തരത്തിലുള്ള റിയാക്ഷനാണ് ഈ നിയമം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് when gases react together a simple whole number ratio exists between volumes of gaseous reactants and gaseous products, provided all volumes are measured under the same conditions of temperature and pressure. അതായത് ഗ്യാസുകൾ പരസ്പരം റിയാക്ട് ചെയ്യുമ്പോൾ ഗ്യാസ് സ്റ്റേറ്റിലുള്ള റിയാക്റ്റൻസും ഗ്യാസ് സ്റ്റേറ്റിലുള്ള പ്രോഡക്ട്സും വോളിയവും തമ്മിൽ ഒരു ലഘുസംഖ്യ അനുപാതം ഉണ്ടായിരിക്കും. എങ്ങനെയാണെങ്കിൽ എല്ലാ വ്യാപ്തങ്ങളും മെഷർ ചെയ്യുന്നത് ഒരേ ടെമ്പറേച്ചറിലും ഒരേ പ്രഷറിലും ആണെങ്കിൽ. എക്സാമ്പിൾ 1 മോളിക്യൂൾ ഹൈഡ്രജൻ റിയാക്ട് വിത്ത് 1 മോളിക്യൂൾ ക്ലോറിൻ ദാറ്റ് ഗീവ്സ് 2 മോളിക്യൂൾ HCl. ഇവിടെ റിയാക്റ്റൻസ് ഹൈഡ്രജനും ക്ലോറിനാണ്, അത് ഗ്യാസ് സ്റ്റേറ്റിലാണ്. ഏത് ടെമ്പറേച്ചറിൽ? ഇപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ, 1 atm പ്രഷർ, ഇതാണ് കണ്ടീഷനെങ്കിൽ ഈ കണ്ടീഷനിൽ ഹൈഡ്രജനും ക്ലോറിനും ഗ്യാസ് സ്റ്റേറ്റിലാണ്. അതുപോലെ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് സ്റ്റേറ്റിലാണ്. അപ്പോൾ റിയാക്റ്റൻസും പ്രോഡക്ട്സും ഗ്യാസ് സ്റ്റേറ്റിലാണ്. ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിയാക്റ്റൻസുകളുടെ വോളിയവും പ്രോഡക്ട്സിൻ്റെ വോളിയവും തമ്മിലുള്ള ലഘുസംഖ്യ അനുപാതം ഏതാണ്? 1:1:2. ഇതാണ് ഈ ലഘുസംഖ്യ അനുപാതം. അതുപോലെ മറ്റൊരു റിയാക്ഷൻ എടുക്കുകയാണ്. 1 മോളിക്യൂൾ നൈട്രജൻ റിയാക്ട്സ് വിത്ത് 3 മോളിക്യൂൾ ഹൈഡ്രജൻ ദാറ്റ് ഗീവ്സ് 2 മോളിക്യൂൾ അമോണിയ. ഇത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാണ്. റിയാക്റ്റൻസും പ്രോഡക്ട്സും ഗ്യാസ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇവയുടെ വോളിയം നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരേ ടെമ്പറേച്ചറിലും ഒരേ പ്രഷറിലും ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇതിലെ വോളിയം റേഷ്യോ എത്രയാണ്? 1:3:2 ആണ്. ഇവിടെ എങ്ങനെയാണ് 1? ഇതാണ് 1 ഉദ്ദേശിക്കുന്നത്. ഇവിടെ 3 ഹൈഡ്രജൻ്റെ ആണ്, 3. ഇവിടെ 2 എന്ന് പറയുന്നത് അമോണിയയുടെയാണ്. 1:3:2 എന്ന വോളിയം റേഷ്യോയിലാണ് ഇവിടെ റിയാക്റ്റൻസും പ്രോഡക്ട്സും ഇരിക്കുന്നത്. ഇതന്നെയാണ് നമ്മൾ ഗാലുസാക്സ് ലോ ഓഫ് കമ്പൈനിങ് വോളിയം എന്ന് വിളിക്കുന്നത്. അഞ്ചാമത്തെ നിയമം അവഗാഡ്രോസ് ലോ. ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് under similar conditions of temperature and pressure
contain equal number of molecules. വിവിധ ഗ്യാസുകൾ, തുല്യവ്യാപ്തത്തിലുള്ള വിവിധ ഗ്യാസുകൾ ഇരിക്കുന്നത് ഒരേ ടെമ്പറേച്ചറിലും ഒരേ പ്രഷറിലുമാണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസുകളുടെ, അതായത് തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും. ഇപ്പോൾ ഇവിടെ 3 ഗ്യാസുകൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം. ഹൈഡ്രജൻ, ഓക്സിജൻ, വാട്ടർ വേപ്പർ, അതായത് നീരാവി. ഈ 3 ഗ്യാസുകളും ഇരിക്കുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലും 1 atm പ്രഷറിലുമാണ്. ഇതെല്ലാം ഒരേ വോളിയമാണ്. ഇവിടെ 1 വോളിയം ഹൈഡ്രജൻ എടുത്തിരിക്കുന്നു, ഇവിടെ 1 വോളിയം ഓക്സിജൻ എടുത്തിരിക്കുന്നു, ഇവിടെ 1 വോളിയം വാട്ടർ വേപ്പർ എടുത്തിരിക്കുന്നു. അപ്പോൾ ഒരേ വോളിയം ഉള്ള 3 ഗ്യാസുകളാണ്. 3ഉം ഇരിക്കുന്നത് ഒരേ ടെമ്പറേച്ചറിലും ഒരേ പ്രഷറിലുമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള മോളിക്യൂൾസുള്ള എണ്ണം നോക്കിയേ. ഇവിടെ ഹൈഡ്രജൻ മോളിക്യൂളുള്ള എണ്ണം നമുക്ക് കൗണ്ട് ചെയ്താൽ കാണാൻ സാധിക്കും 5 മോളിക്യൂൾസ് ആണ്. ഓക്സിജൻ മോളിക്യൂളുകളുടെ എണ്ണം കൗണ്ട് ചെയ്താൽ 5 മോളിക്യൂൾ തന്നെയാണ്. വാട്ടർ വേപ്പർ ആ മോളിക്യൂൾസുള്ള എണ്ണവും 5 ആണ്. ഇതാണ് പറയുന്നത് ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. മറ്റൊരു രീതിയിൽ പറയാം, നമ്പർ ഓഫ് മോളിക്യൂൾസുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ വോളിയം കൂടും. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, അപ്പോൾ വോളിയം ഓഫ് ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദി ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇതിനെയാണ് അവഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്. ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി. ജോൺ ഡാൾട്ടൺ എന്ന സയൻറ്റിസ്റ്റാണ് ആറ്റം കണ്ടെത്തിയത്. ആറ്റം കണ്ടെത്തിയതിന് ശേഷം വിവിധ ഇലമെൻറ്റുകളുടെ ആറ്റങ്ങളെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയറിയാണ് ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി. അതിലെ മെയിൻ പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? 5 പോയിൻറ്റ്സ് ആണുള്ളത്. ഒന്നാമത്തെ പോയിൻ്റ്, മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. ഏതൊരു പദാർത്ഥവും നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മവും വിഭജിക്കാൻ കഴിയാത്തതുമായ കണങ്ങൾ കൊണ്ടാണ്. ആ കണങ്ങളെയാണ് ആറ്റങ്ങൾ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ പോയിൻ്റ്, ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റ്സ് ആർ ഐഡൻറ്റിറ്റിക്കൽ ഇൻ ഓൾ റെസ്പെക്ട്സ് ലൈക്ക് സൈസ്, ഷേപ്പ്, മാസ് എക്സെട്ര. അതായത് ഒരേ ഇലമെൻറ്റുകളുടെ ആറ്റങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഒരേ സ്വഭാവം കാണിക്കുന്നവയായിരിക്കും. ഇപ്പോൾ കാർബൺ എന്ന് പറയുന്ന ഇലമെൻറ്റിൻ്റെ ആറ്റങ്ങൾക്കെല്ലാം തന്നെ ഒരേ സൈസായിരിക്കും, ഒരേ ഷേപ്പായിരിക്കും, ഒരേ മാസ്സായിരിക്കും. അതാണ് ഒരേ ഇലമെൻറ്റിൻ്റെ ആറ്റങ്ങളെല്ലാം തന്നെ ഒരേ സ്വഭാവം കാണിക്കുന്നവയായിരിക്കും. മൂന്നാമത്തെ നിയമം, ആറ്റംസ് ഓഫ് ഡിഫറൻറ്റ് ഇലമെൻറ്റ്സ് ആർ ഡിഫറൻറ്റ്. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് വ്യത്യസ്ത സ്വഭാവമായിരിക്കും. ഇപ്പോൾ ഹൈഡ്രജൻ്റെ ആറ്റവും ഓക്സിജൻ്റെ ആറ്റവും വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നവയാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്ന ഇലമെൻറ്റിൻ്റെ സൈസും ഓക്സിജൻ എന്ന് പറയുന്ന ഇലമെൻറ്റിൻ്റെ ആറ്റത്തിൻ്റെ സൈസും സെയിം ആവണമെന്നില്ല. അവയുടെ ഷേപ്പും മാസും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അതാണ് വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് വ്യത്യസ്ത സ്വഭാവമായിരിക്കും. നാലാമത്തെ പോയിൻറ്റ്, ആറ്റംസ് ഓഫ് ഡിഫറൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻ വിത്ത് ഈച്ച് അതർ ഇൻ എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ടു ഫോം കോമ്പൗണ്ട്സ്. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ ഒരു ലഘുസംഖ്യ അനുപാതത്തിൽ കൂടിച്ചേർന്നിട്ടാണ് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, കാർബൺ, ഓക്സിജൻ എന്നീ ഇലമെൻറ്റുകളുടെ ആറ്റങ്ങൾ 3:8 എന്ന അനുപാതത്തിൽ കൂടിച്ചേർന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നു. അതുപോലെ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ ഇലമെൻറ്റുകളുടെ ആറ്റങ്ങൾ 1:8 എന്ന അനുപാതത്തിൽ കൂടിച്ചേർന്നാൽ വാട്ടർ എന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നു. അതാണ് ഈ പോയിൻ്റ് പറയുന്നത്. അഞ്ചാമത്തെ പോയിൻ്റ്, ആറ്റംസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആറ്റത്തിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ആറ്റോമിക് മാസ്. ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണ്. അതുകൊണ്ട് ആറ്റത്തിൻ്റെ മാസ് നമുക്ക് ഡയറക്റ്റായിട്ട് ബാലൻസ് ഉപയോഗിച്ചൊന്നും വെയ് ചെയ്യാൻ സാധിക്കില്ല. ഇത് സോൾവ് ചെയ്യുന്നത് റിലേറ്റീവ് ആറ്റോമിക് മാസ് എന്ന മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതായത് റിലേറ്റീവ് ആറ്റോമിക് മാസ് മെത്തേഡ് വഴിയാണ് ഒരാറ്റത്തിൻ്റെ മാസ് പറയുന്നത്. എന്താണ് റിലേറ്റീവ് ആറ്റോമിക് മാസ് മെത്തേഡ്? ഒരു സ്റ്റാൻഡേർഡ് എലിമെൻ്റ് എടുത്ത് അതിൻ്റെ ആറ്റത്തിൻ്റെ മാസുമായി കമ്പയർ ചെയ്ത് മറ്റുള്ള ആറ്റങ്ങളുടെ മാസ് പറയുന്ന രീതിയാണ് റിലേറ്റീവ് ആറ്റോമിക് മാസ് മെത്തേഡ്. ഈ മെത്തേഡിലെ കാർബൺ 12 എന്ന് പറയുന്ന എലിമെൻറ്റിനെയാണ് സ്റ്റാൻഡേർഡ് എലിമെൻ്റായിട്ട് എടുത്തിരിക്കുന്നത്. എന്താണ് ഈ കാർബൺ 12? ആറ്റോമിക് മാസ് 12 ഉള്ള കാർബൺ, അതിനെയാണ് സ്റ്റാൻഡേർഡ് എലിമെൻ്റായിട്ട് എടുത്തിരിക്കുന്നത്. The scale in which relative atomic masses are expressed is called atomic mass unit scale. ആപേക്ഷിക ആറ്റോമിക് മാസുകൾ പ്രസ്താവിക്കുന്ന സ്കെയിലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആറ്റോമിക് മാസ് യൂണിറ്റ് സ്കെയിൽ എന്ന് വിളിക്കുക.
അതിന് AMU സ്കെയിൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ AMU സ്കെയിലിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് 1 AMU ആണ്. 1 AMU ഈസ് ഈക്വൽ ടു ദ 1/12 ഓഫ് മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് കാർബൺ 12. കാർബൺ എന്ന് പറയുന്ന എലിമെൻറ്റിൻ്റെ ഒരാറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 നമ്മൾ എന്തെന്ന് വിളിക്കുക? 1 AMU എന്ന് വിളിക്കുക. ഇതിൻ്റെ ഡെഫിനേഷൻ പ്രധാനപ്പെട്ടതാണ്. ഈ ആറ്റോമിക് മാസ് യൂണിറ്റ് സ്കെയിലിൽ U എന്ന സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആറ്റങ്ങളുടെ മാസ് എക്സ്പ്രസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ആറ്റോമിക് മാസിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ കൊടുക്കാം? ആറ്റോമിക് മാസ് ഓഫ് ആൻ എലിമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിലേറ്റീവ് മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് ദ എലിമെൻറ്റ് ആസ് കമ്പയർഡ് ടു 1 AMU. ഒരേ AMUവിനെ അപേക്ഷിച്ച് ഒരു എലിമെൻറ്റിൻ്റെ ആറ്റത്തിൻ്റെ മാസ് പറയുന്ന രീതിയാണ് ആറ്റോമിക് മാസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ, സോഡിയത്തിൻ്റെ ആറ്റോമിക് മാസ് 23U ആണ്. ഇതിൻ്റെ മീനിങ് എന്താണ്? ഒരു സോഡിയം ആറ്റം 23 ടൈംസ് ഹെവിയർ ആണ്. ഏതിനേക്കാൾ? ഒരേ AMUവിനേക്കാൾ. ഒരേ AMUവുമായി കമ്പയർ ചെയ്യുമ്പോൾ 23 ഇരട്ടി വലുതാണ് ഒരു സോഡിയം ആറ്റത്തിൻ്റെ ആറ്റോമിക് മാസ്. ഇതിനാണ് നമ്മൾ ആറ്റോമിക് മാസ് എന്ന് പറയുക. U ഉപയോഗിച്ചാണ് എക്സ്പ്രസ് ചെയ്യുക. ഗ്രാം ആറ്റോമിക് മാസ് GAM എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. ഒരു ഇലമെൻറ്റിൻ്റെ ആറ്റോമിക് മാസ് ഗ്രാമിൽ പ്രസ്താവിക്കുന്നതിനെയാണ് ഗ്രാം ആറ്റോമിക് മാസ് എന്ന് വിളിക്കുക. ആറ്റോമിക് മാസ് ഓഫ് എൻ എലിമെൻറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ് ഈസ് കോൾഡ് ഗ്രാം ആറ്റോമിക് മാസ്. GAM ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഇപ്പോൾ സോഡിയത്തിൻ്റെ ഗ്രാം ആറ്റോമിക് മാസ് 23G ആണ്. ഇപ്പോൾ നമ്മൾ ആറ്റോമിക് മാസ് യൂണിറ്റ് സ്കെയിലിൽ സോഡിയത്തിൻ്റെ ആറ്റോമിക് മാസ് പറഞ്ഞു 23U ആണ്. ഇവിടെ അത് 23G എന്ന് പറയുന്നു. അപ്പോൾ നോക്കുക, 1 GAMC, അതായത് 1 ഗ്രാം ആറ്റോമിക് കാർബൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? കാർബണിൻ്റെ ആറ്റോമിക് മാസ് ഗ്രാമിൽ പറയുക, അതായത് 12 ഗ്രാമാണ്. ഇനി നമുക്ക് മോളിക്കുലർ മാസ് എന്താണെന്ന് നോക്കാം. മോളിക്കുലർ മാസ് ഓഫ് എ സബ്സ്റ്റാൻസ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ആവറേജ് റിലേറ്റീവ് മാസ് ഓഫ് എ മോളിക്യൂൾ ഓഫ് ദ സബ്സ്റ്റാൻസ് ആസ് കമ്പയർഡ് ടു 1 AMU. 1 AMUമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു വസ്തുവിൻ്റെ ഒരു മോളിക്യൂളിൻ്റെ ശരാശരി ആപേക്ഷിക മാസിനെയാണ് നമ്മൾ മോളിക്കുലർ മാസ് എന്ന് വിളിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ, വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് 18U ആണ്. അറ്റോമിക് മാസ് യൂണിറ്റ് സ്കെയിലിൽ U ഉപയോഗിച്ചാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് 18U ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരേ AMUവിനേക്കാൾ 18 ഇരട്ടി ഭാരമുള്ളതാണ് വാട്ടർ എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ മാസ്. അതുപോലെ ഈ മോളിക്യൂളിലെ അവയുടെ മാസ് കാണണമെങ്കിൽ, മോളിക്കുലർ മാസ് കാണണമെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എല്ലാം മാസുകൾ, ആറ്റോമിക് മാസുകൾ ആഡ് ചെയ്താൽ മതി. നമുക്കറിയാവുന്ന കാര്യമാണ്. മറ്റൊന്നാണ് ഗ്രാം മോളിക്കുലർ മാസ്. ഗ്രാം മോളിക്കുലർ മാസിനെ നമ്മൾ GMM എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഒരു വസ്തുവിൻ്റെ മോളിക്കുലർ മാസ് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഗ്രാം മോളിക്കുലർ മാസ് എന്ന് വിളിക്കുക, GMM. ഇപ്പോൾ ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ എത്രയാണ്? 18G ആണ്. അതായത് വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് ഗ്രാമിൽ പറയുക, അപ്പോൾ 18G ആണ് ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് വാട്ടർ. അതുപോലെ 1 GMM കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലർ മാസ് ഗ്രാമിൽ പറയുക, അതായത് 44 ഗ്രാം. അപ്പോൾ 1 GMM കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 44 ഗ്രാമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? ഒരു കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ട ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, ഡാൾട്ടൺസ് ആറ്റോമിക് തിയറി, ആറ്റോമിക് മാസ്, മോളിക്കുലർ മാസ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ യൂണിറ്റിൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.